പോരട്ടെ ഇങ്ങോട്ട്. വെയിലത്തധികം കളിക്കണ്ടട്ടാ, നിനക്ക് ചുമയാണ്. ചുമ എങ്ങനെയുണ്ടാ? കൊറിയൻ സീരീസ്. അപ്പൊ നമുക്കിനി ഒരു കുളിസയും കണ്ടാലോ? വിക്കീനെ എന്തായാലും പുറത്താക്കാം. മകനെ, വിക്കീനെ പുറത്താക്കുമ്പോഴേക്ക് എന്റെ അടുത്തൊന്ന് പറയണേ, ഞാൻ ആദ്യം ഓക്കെ. അപ്പോ വിക്കീനെ പതിയെ നമുക്ക് കൂട്ടിന്ന് പുറത്താക്കാം കേട്ടോ. ഇനിയുള്ള പരിപാടികൾ കുളിസീൻ. ഞാൻ പുറത്തായിക്കോട്ടെ. ഓമുസ, നീ വന്നോ വിക്കിയെ കുളിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യാൻ? വന്നോ? അല്ല വേണ്ട, നീ അകത്തിരുന്നു, എനിക്ക് ചുമയല്ലേ. ഇവിടെ അവനെ കുളിപ്പിച്ചാണോ? കുളിപ്പിച്ചിട്ടില്ല. അതല്ല, പക്ഷെ കുളിപ്പിച്ചല്ല, അവന് ഫുഡ് കൊടുത്താണോ? ഞാൻ ഇറക്കാട്ടോ. കഴിഞ്ഞ പ്രാവശ്യം കുളിപ്പിച്ചപ്പോഴേ ഞാൻ ബെൽറ്റ് ഊരി കളഞ്ഞു. അതുകൊണ്ട് ഇപ്രാവശ്യം ബെൽറ്റ് ഇല്ല, ബെൽറ്റ് ഇടണം. അയ്യോ, അവ വരുന്നുണ്ടേ. ഇനിയാണ് മകനെ. അയ്യോ, കുളിപ്പിക്കലിന്റെ ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ എവിടെയെങ്കിലും കൊണ്ടുപോയി കെട്ടിയിടും. കെട്ടിയിടാന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ മാവില്ലേ, ഈ മാവിന്റെ ചോട്ടിലാണ് ഇവനെ കെട്ടിയിടാറ്. കെട്ടിയിട്ടിട്ട് പയ്യെ പരിപാടികൾ തുടങ്ങും. ഭയങ്കര പണി അവനെ പിടിച്ചാൽ കിട്ടില്ല. ശരി, അങ്ങനെ ചക്കനെ നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ വിക്കിക്കുട്ടൻ. ഇവനെ ഉണ്ടല്ലോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പട്ടിയെ കൈകൊണ്ട് തുടർന്നത് ഇവനാ. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഭയങ്കര പേടിയായിരുന്നു. അപ്പൊ ഒരു പ്രാവശ്യം ഇവിടെ ഞാൻ കൊറോണയൊക്കെ കഴിഞ്ഞൊരു സമയത്ത് ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട്സായിട്ട് ഒരു സ്ഥലത്തൊക്കെ ഒന്ന് പോയി സമയത്ത് ഞാനിവിടെ ഉണ്ടായില്ല, വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ വീട്ടിൽ ചെറുതായിട്ട് കള്ളൻ ഇവിടെ കയറി. ഒന്നും പറ്റിയൊന്നുമില്ല, പക്ഷെ അപ്പോൾ എല്ലാവരും പേടിച്ചു. അപ്പം ആ സമയത്ത് ആണ് ഞാൻ ഇവനെ മേടിക്കണത്. ഇവനെ ഞാൻ വേണ്ടടുത്തുനിന്നാണ് മേടിച്ചത്. മേടിക്കുമ്പോൾ കുഞ്ഞായിരുന്നു, അപ്പോൾ വലിയ പശുവിൻ്റെ അത്രയായി. നമുക്ക് ഭയങ്കര പണി ഇവനെ കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ. ഭയങ്കര എനർജറ്റിക് ഡോഗാണ്, നല്ല വാച്ച് ഡോഗാണ്. രാത്രിയൊക്കെ ഇവനെ അഴിച്ചിട്ട് കഴിഞ്ഞാൽ ഈ ഏരിയയിൽ ഒരു മനുഷ്യനുണ്ടാവില്ല. നല്ല വാച്ച് ഡോഗാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ഡോഗാണത്. എനിക്ക് ഇപ്പോഴും വേറെ പട്ടികളെയൊക്കെ തൊടാനും പിടിക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്, പക്ഷെ ഇവനെ കുഴപ്പമില്ല. അപ്പം ഇവനെ നമുക്കൊന്ന് കുളിപ്പിച്ചെടുക്കാം. എല്ലാ വീക്കെൻഡും ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കുളി ദിവസം, എല്ലാ ദിവസവും ഒന്നും കുളിപ്പിക്കാൻ പാടില്ല പട്ടികളെ. ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസമൊക്കെ നമ്മൾ പട്ടികളെ കുളിപ്പിക്കാൻ പാടുള്ളൂ. ഓ, നീ കുളിപ്പിക്കണ്ട എനിക്ക് പേടിയാണോ? എൻ്റെ രോമം ഭയങ്കരമായിട്ട് കൊഴിയണ്ടോ? രോമം കൊഴിയുണ്ട്. നമ്മൾ കറക്റ്റ് ടൈമിന് കുളിപ്പിക്കുകയൊക്കെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇവിടെ മേത്തി ചെള്ളും തേനും സംഭവമൊക്കെ വരും. അപ്പം നമ്മൾ കറക്റ്റ് ടൈമിനൊന്ന് കുളിപ്പിച്ച് റെഡിയാക്കി എടുത്താൽ മതി. എന്താടാ വെയില് കൊള്ളല്ലേ? ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ. ഓമോ ചാറ്റ് പോകൂലട്ടാ ചുമ മാറിയില്ലെങ്കില്. വേഗം ബാക്കിലേക്ക് വാ. പോരട്ടെ. അങ്ങനെ സെക്കൻഡ് വാഷ് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്.
കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു റീല് മാതിരി കണ്ടോളൂ, ഈ ക്ലിനിക് പ്ലസ് യൂസ് ചെയ്തിട്ട് പട്ടീനെ കുളിപ്പിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തുകൊണ്ടാണോ ഈ ഷാമ്പു തന്നെ യൂസ് ചെയ്യണേ? ഏതാ ഈ ക്ലിനിക് പ്ലസ് ഒക്കെ യൂസ് ചെയ്യാൻ പാടില്ലേ? ഇല്ല, അത് ഇവരുടെ ബോഡി നമ്മുടെ ബോഡിയും തമ്മിൽ വ്യത്യാസമല്ലേ. ഇവർക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഷാമ്പൂ സോപ്പൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഇവർക്ക് സെപ്പറേറ്റ് പെറ്റ്സിന്റെ ഷാമ്പൂ ഉണ്ട്. അത് തന്നെ പല പെറ്റ്സിനും പല ഷാമ്പൂകളുണ്ടാവും. പൂച്ചയ്ക്കുള്ളതായിരിക്കില്ല പട്ടിക്ക് യൂസ് ചെയ്യണം, പട്ടിക്കുള്ളതായിരിക്കില്ല മറ്റേ വേറെ എന്തെങ്കിലും യൂസ് ചെയ്യണം. അപ്പം അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ഷാമ്പൂസ് ഉണ്ടാവും, അത് തന്നെ യൂസ് ചെയ്യണം. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ഒന്നും എനിക്കറിയാൻ പാടില്ല. ഞാനിങ്ങനെ ഇവനെ കൊണ്ട് വെറ്റിൻ്റെ അടുത്തൊക്കെ പോകുമ്പോഴേ അവർ പറയാറുണ്ട് അതേ ഷാമ്പൂ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിനകത്തുള്ള കണ്ടന്റുകളൊക്കെ വ്യത്യാസം ഉണ്ടല്ലോ. നമ്മളുടെ അതിനകത്തുള്ള നമ്മുടെ ഷാമ്പൂലൊക്കെ ഉണ്ടാവുന്ന കണ്ടന്റ് ആയിരിക്കില്ല, അത് ഇവരുടെ ബോഡിക്കൊന്നും പറ്റുന്നുണ്ടാവില്ല, റാഷസ് ഒക്കെ വരും. ബിരുദം വന്നിട്ടുണ്ട്. എന്താ പരിപാടി? ബ്രഷും കളറും ഒക്കെ എടുത്തിട്ട് വന്നേക്കണോ? ഇവിടെ എന്തിനാ അതൊക്കെ എടുത്തിട്ട് വന്നേ? അതെന്തിനാ ഇത് ഇവിടെ എന്തിനാ എടുത്തിട്ട് വന്നേ? നീ എന്തിനടിക്കാൻ? വണ്ടിക്ക് എടുക്കാനോ? ഓമോ വേണ്ട, കള്ളത്തരം. എന്താ വിക്കീനെ ഉണക്കാനിരുത്താൻ പോന്നേണോ? ഇവിടെ ഈ കാണുന്ന ഈ ഉണക്ക കമ്പ് കണ്ടോ, അത് ആക്ച്വലി നല്ല നല്ല ഭംഗിക്കിരുന്ന ഒരു നമ്മുടെ വീട്ടിലൊക്കെ ഇൻഡോറൊക്കെ വെക്കുന്ന ടൈപ്പ് ഓഫ് നല്ലൊരു ചെടിയായിരുന്നു. അത് നല്ല ബുഷിയായിട്ട് നിന്നതാ. ഇവനെ ഇതുപോലെ കുളിപ്പിച്ചിട്ട് കൊണ്ടുവന്ന് കെട്ടി ഉണങ്ങി. അതിന്റെ അവസ്ഥ കണ്ടു. എടാ മതിയടാ, ദൈവം അതിപ്പോ വീഴും. അയ്യോ 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 ദൈവമേ, എന്തി മാറ്റിക്കട്ടല്ലേ? വീണ് പണി പാളി. ഇവനെ കെട്ടിയ മരം ഒടിച്ചു കളഞ്ഞു ഗൈസ്. അത് ഊരിയെടുത്തവൻ. എത്ര നാളായി താൻ? ഇത് ആക്ച്വലി ഈ വീടിന്റെ പൈസ ഉണ്ട് ആ ചെടിക്ക്. ഇവൻ വന്നു ഈ 2 ഇയറിലാണ് ഇത് പാവം. എന്റെ അമ്മയ്ക്കുള്ള സങ്കടം ഇതൊക്കെയാണ്. അമ്മ പാവം കഷ്ടപ്പെട്ട് ഓരോ ചെടിയൊക്കെ സെറ്റാക്കും. ഇവനതെല്ലാം തീരുമാനമാക്കി തരും. ഇപ്പൊ ഒന്ന് കൺട്രോൾ ആയിട്ടുണ്ട് കേട്ടോ കുറച്ചൊക്കെ. നേരത്തെ ഇവിടെ ഒന്നും വെക്കാൻ പറ്റില്ലായിരുന്നു. ഇവിടെയൊക്കെ നല്ല ഭംഗിയൊക്കെ അമ്മ അറേഞ്ച് ചെയ്തിട്ടിരുന്നതാ. കണ്ടോ, നീ അവനെ ഇവിടെ കെട്ടും. ഇവിടെ കെട്ടാറേ? ഞാൻ അതേടോ അതുകൂടി ഉണക്കിക്കളാം. കണ്ണിൽ വരുന്ന എടുക്ക, അടങ്ങിക്ക്. അങ്ങനെ വിക്കിയുടെ പരിപാടികൾ കഴിഞ്ഞു. ഇനി കാറ് കഴുകാൻ തന്നെ ഹെൽപ്പ് ചെയ്യോ? കാറ് കഴുകാൻ എന്നെ ഹെൽപ്പ് ചെയ്യോ? ഹെൽപ്പ് ചെയ്യോ പ്ലീസ്? ഞാൻ ടയർഡായി. വെള്ളോടാ മാറി.
വണ്ടി ഇപ്പം റീസെൻ്റ്ലി പെയിൻറ് ചെയ്തിട്ട് കിട്ടിയുള്ളൂ. ഞാൻ ഓഫീസിൽ പോണ സമയത്തെ 2 ഹിന്ദിക്കാരന്മാർ ലോറിയിൽ വന്നിട്ട് ഇതിൻ്റെ ബോണറ്റുമ്മ കയറ്റി മൊത്തം ചളുങ്ങിപ്പോയിട്ട് ഞാൻ പെയിൻ്റ് അടിച്ചൊക്കെ ഇറക്കിയിട്ടേ ഉള്ളൂ വണ്ടി. 2 ആഴ്ചയായിട്ട്, 2 ആഴ്ചയല്ല, ഒന്നരാഴ്ച വണ്ടി ഉണ്ടായിരുന്നില്ല, വർക്ക്ഷോപ്പിലായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് വേറൊരു ബൈക്കും കൂടി ഉണ്ട് കേട്ടോ, ഒരു ജാവയുടെ ഒരു മതി ഇവിടേക്ക് അടിക്കണ്ട, ഇവിടെ ഞാൻ സോപ്പിട്ട് വെച്ചേക്കോ. നമുക്ക് ജാവയുടെ ഒരു ബൈക്കും കൂടി ഉണ്ട്, അത് എൻ്റെ ഓഫീസിലിരിക്കുക. ഞാനത് അവിടെ ലോക്കൽ ഓട്ടത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണതാണ്, ചെറിയ ഡിസ്റ്റൻസ്. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ബൈക്കിനായിരിക്കും പോണേ, അല്ലാത്ത സമയത്ത് കാർ എടുക്കും. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴേക്കും കാറിന് പോകും. എന്നിട്ട് ഓഫീസിൻ്റെ പാർക്കിംഗ് ഉണ്ട്, അവിടെ ആകുമ്പോൾ പൊടിയും വെയിലൊന്നും കൊള്ളില്ലല്ലോ. എന്നിട്ട് അവിടെ ഇട്ടിട്ട് അവിടെ കാറിട്ടിട്ട് അവിടുത്തെ വീട്ടിലേക്ക് പോകുമ്പോഴേക്കും ഞാൻ ബൈക്കിന് പോകും. എന്നിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോഴേക്കും കാറിന് ഇങ്ങോട്ട് വരും. അങ്ങനെയാണ് അവിടുത്തെ പരിപാടികൾ. അടിക്കോട്ടെ വിളിച്ചു. എടാ എന്റെ പേര് എത്താണെന്ന് അതോ ഞാനത് കഴുകിയതാ. അതറിയാണ്ടേ എന്റെ കൈ സ്ലിപ്പായി പോയതാ. അങ്ങനെ വണ്ടിയൊക്കെ കഴുകി വിറ്റിയെ കുളിപ്പിച്ചു, പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ കുറച്ച് നേരം ഫ്രീ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ സമയത്ത് ഞാനൊന്ന് കുറേ നാളായിട്ട് ദേഹമൊക്കെ അനങ്ങിയിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫുട്ബോൾ കളിക്കാം. ഫുട്ബോൾ കളിക്കുമ്പോൾ നമുക്കൊരു വ്യായാമമായിരിക്കുമല്ലോ ശരീരത്തിനൊക്കെ. അപ്പോൾ ഞാൻ എന്തായാലും ഫുട്ബോൾ കളിച്ചിട്ട് വരാം. ഓക്കെ, ഫുട്ബോൾ കളിച്ചിട്ട് വരാം. Welcome to Frankfurt, the home of the Deutsche Bank Park. I'm Derek Ray, and ready with his tactics board alongside me is Stuart Robson, my commentary partner. And the focus is on the Bundesliga. കന്നഡ ആക്കിയാണ് ഗൈസ് കളിക്കാൻ തുടങ്ങിയത്. കണ്ണു കാണാൻ പറ്റില്ല. Frankfurt facing Borussia Dortmund. അയ്യോ, ഗോളടിച്ചു, ഗോളടിച്ചു. They take an early lead. കന്നഡ വയ്ക്കണ ഗ്യാപ്പിന് ഗോളടിച്ചു. പേടിക്കണ്ട, തിരിച്ചടിക്കാം. Bundesliga action coming up for you here on EA TV. It's Eintracht Frankfurt taking on Hamburg. I like the look of that game. The atmosphere. Goal! നമ്മുടെ കളി ചക്ക വീടുമ്പോൾ perfectly placed, and it ends up with a fairly simple finish. Yes. Certainly not much the goalkeeper can do about that. അങ്ങനെ ഞങ്ങൾ ഡ്രോ ആയി ഗൈസ്. ഇനി റണ്ണോട് അടിച്ചാൽ നമുക്ക് ജയിക്കാം, പക്ഷെ സമയം കുറവാണ്. എനിക്ക് തോന്നുന്നു അടിക്കാൻ പറ്റുന്നു. You're wondering about stoppage time. 1 minute to be added on. So the referee says that will do it for this match anyway, and the two teams cannot be separated. From the Dortmund point of view, what did you think? Well, Derek, I think you have to say
നീ ഇത് മറന്നില്ലടാ, മറന്നില്ലേ? പിന്നെ എവിടെ കൊണ്ടുപോണ്ട? ടാറ്റ എവിടെ കൊണ്ടുപോണ്ട? ബീച്ചിൽ പോണോ? പിന്നെ എവിടെ കൊണ്ടുപോകും മോനെ? ലുലുമോള് വേണ്ട. എവിടെയാണ്? സെൻട്രൽ സ്ക്വയറോ? വേണ്ട, മോളിലേക്ക് എന്തിനാ പോണ? നിനക്കൊന്നാ ചുമയല്ലേ? ഇന്ന് നമുക്ക് റെസ്റ്റ് എടുത്തിട്ട് നാളെ പോകാൻ മരുന്നൊക്കെ കണ്ടോ? വേണ്ട, നീ പറയുമ്പോ തന്നെ ചുമ വേണ്ട. ഇത് വേണ്ടോ? വേണ്ട 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 വേണ്ട. ബീച്ചിൽ പോയാ മതിയോ വൈകുന്നേരം? ലുലുമോളിൽ പോണില്ല. ലുലുമോള് വേണ്ട. എടാ വേണ്ട, ലുലുമോള് വേണ്ട. നീ പോയോ? ലുലുമോളൊന്നും വേണ്ട. നീ പോയിട്ടില്ല ഇതുവരെ ലുലുമോളില്? നിന്നെ കൊണ്ടുപോയിട്ടില്ല ഇതുവരെ ലുലുമോളില്? ഈട്ടിച്ചതിന്റെ മൂക്ക് ഞാൻ ചമ്മന്തിയാക്കും. നമ്മുടെ കേമ എനിക്ക് ചുമയാണ്. ഇന്ന് എവിടെയും പോവില്ല. അപ്പൊ നമ്മള് ഓമോസിനെ കൊണ്ട് ക്ലിനിക്കിൽ പോവാണ്. ഒട്ടും വയ്യ അവന്. ഇതേ പുറക്കില് കിടക്കാണ് ആശാൻ. അപ്പൊ എന്താണ് മകനെ പരിപാടി? പരിപാടി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മള് രാവിലെ ഞാൻ പറഞ്ഞില്ലായിരുന്നു അവന് ചുമയുണ്ടെന്ന്. അപ്പൊ നമ്മള് മറ്റേ കാർ വാഷിന്റെ സമയത്തൊക്കെ അവൻ ഫുള്ള് സൈക്കിൾ എടുത്ത് മറ്റേ വെയിലും കൊണ്ട് പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പല പ്രാവശ്യം തന്നെ ഉള്ളിലോട്ട് പോകാൻ. എന്നിട്ട് ഇപ്പൊ നല്ല ചുമ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പൊ വച്ചോണ്ടിരിക്കണ്ടെന്ന് വെച്ചിട്ട് നമ്മള് ഇവനെ സ്ഥിരം കാണിക്കുന്ന ഒരു ക്ലിനിക്ക് ഉണ്ട് ഇവിടെ. നമ്മുടെ റിനയിലത്തെ ഒരു ഡോക്ടർ കിച്ചു ജോർജ്. പുള്ളിക്കാരൻ അവിടെ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് പുള്ളിയുടെ ക്ലിനിക്കിലേക്ക് ഇപ്പൊ പൊക്കോണ്ടിരിക്കുകയാണ് ഞങ്ങൾ. കൊണ്ടുവരാ പിന്നെന്താ, നമ്മൾക്ക് ആദ്യം ക്ലിനിക്കിൽ പോകണം, ഇവനെ കാണിക്കണം, ഇവന് മരുന്ന് മേടിക്കണം. പിന്നെ അത് കഴിഞ്ഞ് ചിന്നുന്റെ കസിൻ ബ്രദറിന്റെ അല്ലേ, എന്റെ ചേട്ടന്റെ കുഞ്ഞിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണെന്ന്. അപ്പോ അവിടേക്ക് പോണം. അപ്പൊ അവിടേക്ക് പോണതിന് മുമ്പ് കുഞ്ഞിന് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങാനുണ്ട്. സോ ഇതൊക്കെയാണ് ഇപ്പൊ പരിപാടി പ്ലാൻ ചെയ്തിരിക്കണേ. അപ്പൊ നമുക്ക് നോക്കാം അല്ലേ? മരുന്നില്ല, ഇതിനകത്ത് കുറച്ച് നെബുലൈസ് ചെയ്യാനുള്ള സംഭവം നമ്മുടെ മറ്റേ മാസ്ക് ഒക്കെ വെച്ചിട്ട് അത് പിന്നെ 2 സിറപ്പും പിന്നെ വേറെ കുറച്ച് മരുന്ന് പുള്ളി നമ്മുടെ ഓർഡർ സ്റ്റോക്ക് ഉണ്ട്. അതുണ്ടാകുമ്പോൾ മറ്റുള്ള നമുക്ക് ചെയ്യാം. ഗിഫ്റ്റ് വാങ്ങിയിട്ട് ഓമോനെ ഡോക്ടറെയും കണ്ടു. കഴിഞ്ഞിട്ടില്ല. നമ്മള് ബിജുമാമന്റെ ബാബയുടെ അടുത്തോട്ട് പോവാൻ പോവാ. ഗിഫ്റ്റ് കൊടുക്കണ്ടേ? ഓക്കെ, നിനക്ക് മിഠായി വേണ്ട, ഫുഡ് മതിയല്ലേ?
കേക്ക് പറ്റൂലോ, മോന് ചുമയുള്ളതാണ്, ഇന്ന് കേക്ക് ഇല്ല കേട്ടാ. കേക്ക് കഴിക്കണ്ട ഇന്നൊരു ദിവസം വേണ്ട. ഇന്നിപ്പോ വേണ്ട. നമുക്ക് ചെന്നിട്ട് ഉമ്മാമല്ലേ? നമുക്ക് സിറപ്പ് കുടിക്കാനുണ്ട്, നെബുലൈസ് ചെയ്യാനുണ്ട്. നമ്മള് മറ്റേ മൂക്കിലിങ്ങനെ വെച്ചിട്ട് ചെയ്യില്ലായിരുന്നോ, ഓർമ്മയില്ലേ ഓമന്? ചുമ വന്നപ്പോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേക്കും അതൊക്കെ കേട്ടു. അത് തന്നെ, അത് വെച്ചിട്ട് നമുക്ക് ചെയ്യണം കേട്ടോ. എന്താപ്പാ? അത് ഊരിപ്പോവില്ല, പക്ഷെ ഊരിപ്പോണ്ട് നോക്കിക്കോളാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ നേരെ വിച്ചപ്പന്റെ സ്ഥലത്തേക്ക് പോവാൻ പോവാണ് അല്ലേ ഓമു? കേക്ക് വേണ്ട, കേക്കില്ല കേട്ടാ. ആ ഫുഡ് ഗുഡ് ബോയ്, നല്ല കുഞ്ഞാണ് എന്റെ ഓമൂസൻ അല്ലേ? അവിടെ ചെല്ലുമ്പോ കാണാം. ഒമ്പടോ എന്നാ ഓമ് കഴിച്ചില്ലെങ്കിൽ ഞാനും കഴിക്കില്ല കേക്ക്. ഓക്കെ, ഓമിന് ഞാൻ കമ്പനി തരാം. ചുമ അല്ലേ? ചുമയുള്ളതുകൊണ്ട് കൊച്ചിന് കഴിക്കാൻ പാടില്ല കേട്ടോ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മ സമ്മതിക്കാലോ, എത്ര വേണേലും കഴിക്കാൻ പറയും അല്ലേ? ഓമുന്റെ ഹാപ്പി ടു യു വരുമ്പോ കഴിക്കും. ഓക്കെ, പിന്നെ അതല്ലാണ്ട് ക്രിസ്മസിന്റെ കേക്ക് ഒക്കെ ഇനി വരും, ചുമ മാറട്ടെ, അപ്പൊ അതൊക്കെ തരാം കേട്ടോ. ഓക്കെ, ക്രിസ്മസിന് എന്തൊക്കെ പരിപാടിയാണ്, എവിടെയൊക്കെ പോണം നമുക്ക്? ഒരു പരിപാടിയില്ല. എന്ത് കണ്ടു കുഞ്ഞ്? ലുലുമോളിൽ എന്തൊക്കെ പരിപാടിയാണല്ലോ ഓമോ? ഓമോ ആണ് അവിടുത്തെ പരിപാടിയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത്. എന്ത് വേണമെന്ന് തീരുമാനിക്കണം. ബ്രാൻഡ് അംബാസിഡർ ലുലുമോളിന്റെ. ഓക്കെ, അപ്പൊ ഇനി അവിടത്തെ വിശേഷങ്ങളായിട്ട് വരാം. നമ്മളിവിടെ നല്ല ബ്ലോക്കിലാണ്. കുറെ നേരമായി ദർബാർ ഹോൾ ഗ്രൗണ്ടില് പ്രോഗ്രാം നടക്കുകയാണ്. അപ്പൊ അവിടെ നിന്ന് തുടങ്ങി കിട്ടിയ ബ്ലോക്കാണ്. പതിയെ പതിയെ ഇപ്പൊ ഇവിടെ എത്തി, താജിന്റെ ഫ്രണ്ടിലെത്തി. അത് വെച്ച് ഓ അപ്പൊ ഞങ്ങള് ഇന്ന് ഭയങ്കര ബ്ലോക്കായിരുന്നു. നമ്മൾ തിരിച്ചു വന്ന വഴിക്ക് നമ്മള് ഫസ്റ്റ് പോയിട്ട് ഇവനെ ക്ലിനിക്കിലൊക്കെ കാണിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ റിദാന്റെ ബർത്ത്ഡേക്കുള്ള ഗിഫ്റ്റ് ഒക്കെ വാങ്ങി. അത് കഴിഞ്ഞ് സെലിബ്രേഷനൊക്കെ പോയിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും ഭയങ്കര ബ്ലോക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും കുറെ ലേറ്റ് ആയിട്ടായിരുന്നു. പിന്നെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് എത്തി. ഓമുന്റെ സിറപ്പക്കടി കഴിഞ്ഞു. ഇപ്പൊ പുള്ളി നെബുലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഇവനെ ഇടയ്ക്കിടയ്ക്ക് ഈ ചുമ വരുമ്പോഴേക്കും ഇതുള്ളതുകൊണ്ട് നെബുലൈസ് ചെയ്യാനായിട്ട് ഡോക്ടർ പറയണതുകൊണ്ട് നമ്മൾ ആ നെബുലൈസ് ചെയ്യുന്ന മെഷീൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എളുപ്പമാണ് കാര്യം ചെയ്യാനായിട്ട്. അപ്പോൾ 2 മെഡിസിൻ ഉണ്ട് നെബുലൈസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് വൺ അവൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പയ്യെ ഉറങ്ങും. ഇന്നും ബിഹൈൻഡ് ക്യാമറ ഉണ്ട്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.